രസമാണ് നക്ഷത്രം കത്തുന്നത് കാണാൻ. ശരിയാ മോളൂസേ, നമുക്കും കത്തിക്കണ്ടേ? നമ്മുടെ അടുത്ത് എവിടെയാ പൈസ? മക്കളെ, ആ 2 കുരുന്നുകൾ അവിടെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അതിന് നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ? അങ്ങനെ പറയരുത് മോനെ, അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? എങ്ങനെ കഴിഞ്ഞൊരു കുടുംബമാണ്. എന്റെ ചേട്ടായുടെ മരണത്തിൽ ആ വീട്ടിലെ സണ്ണിക്കും പങ്കില്ലേ? നിന്റെ ചേട്ടായി നല്ലവനായിരുന്നെങ്കിൽ അവനും സണ്ണിയുടെ കുടുംബവും നല്ല രീതിയിൽ ജീവിച്ചേനെ. അപ്പൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അവർ ഇഷ്ടമല്ല. സണ്ണി എൻ്റെ മോനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഇവർ കുറ്റമായിട്ട് കാണുന്നത്. എൻ്റെ മോൻ്റെ മദ്യപാനമാണ് എല്ലാറ്റിനും കാരണം. പത്രോസേ, ക്രിസ്മസിന് ഇനിയില്ലേ 3 ദിവസം? ആ അച്ചായ. പത്രോസേ, നീ എൻ്റെ കൂടെ ഇല്ലേ? അതെന്നാ അച്ചായ അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്ന അച്ചായ കാരണമല്ലേ? എന്നാൽ ഒരിടം വരെ പോണം. അപ്പാ, എന്താ മോളൂസേ? അപ്പുറത്തെ വീട്ടിൽ പല കളറിൽ നക്ഷത്രം കത്തുന്നു. പുൽക്കൂടും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കും വാങ്ങണ്ടേ അപ്പാ? മക്കളെ മുന്നിൽ കരയല്ലേ. ദൈവം തമ്പുരാൻ എല്ലാത്തിനൊരു വഴി കാണിച്ചു തരും. വാ പിള്ളേരെ. വാ മോളൂസേ, അപ്പനെ വിഷമിപ്പിക്കണ്ട. എന്നെ തൊടണ്ട, എനിക്ക് ആരും ഇഷ്ടമല്ല. എൻ്റെ അമ്മയ്ക്ക് കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കും വാങ്ങിത്തരുമായിരുന്നു. എടിയേ, എനിക്ക് ജീവനുണ്ടെന്നേ ഉള്ളൂ. എനിക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ലല്ലോടി. എൻ്റെ ഈശോയെ, എന്തിനീ പരീക്ഷണം? മമ്മി, ഇന്നിങ്ങോട്ടാണ് കരോൾ ഇറങ്ങുന്നത്. ഞാനാണ് അപ്പൂപ്പനാ. എന്നാ ഞാൻ പോയി വരാം. അമ്മാമ്മ, പുറത്ത് അപ്പൂപ്പൻ വന്നു. എനിക്ക് അതപ്പുറത്തെ വീട്ടിലല്ല മക്കളെ, നമുക്കൊന്ന് നോക്കാം. ആ ജനലിന്റെ അടുത്ത് നിന്ന് പാടുവോ? എന്റെ അപ്പിക്കൂടെ കാണാനാ. അതിനെന്താ മോനെ, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. അപ്പാ, കരോള് വന്നു. അപ്പൻ ജനലിലൂടെ കണ്ടോളൂ. നാഥനായി പിറന്നു മണ്ണിൽ മനുജന്റെ പാപം പോക്കിടുന്നവൻ. എൻ്റെ ഈശോയെ,
അല്ല, നീ എന്തായി കൊടുത്തേ? നീ കൊടുക്കണ കാര്യമൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലോ. നീ എങ്ങോട്ടാ അങ്ങോട്ട് പോകുന്നേ? ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഓഹോ, മൂത്രം ഒഴിക്കാൻ. നീ എന്താ മാജിക് കാണിക്കാണോ? ഞങ്ങളുടെ പുറകിൽ വന്ന് നീ എങ്ങനെ മുമ്പിലെത്തി? ഞാൻ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ആ വീട്ടിലേക്ക് വരികയില്ല. അപ്പോ അതേതാ അപ്പൂപ്പൻ? പോയി അന്വേഷിച്ചു നോക്ക്. അപ്പ അപ്പൂപ്പൻ എനിക്ക് സമ്മാനം തന്നുവല്ലോ. ഹായ് നക്ഷത്രം. ഇത്രയും പണം ആരാ തന്നത്? ആ ഒരു ലെറ്ററും കൂടി ഉണ്ടല്ലോ. ഒന്ന് വായിച്ചു നോക്കിക്കേ. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. സണ്ണി, നിന്റെ അമ്മയും മക്കളും കഷ്ടപ്പാടിലാണ്ട് ജീവിക്കാൻ ഈ രോഗശയ്യയിൽ നിന്നും നീ എണീക്കേണ്ടതുണ്ട്. നിന്റെ ഓപ്പറേഷന് ഈ പണം ഉപകരിക്കും. സർവശക്തനായ യേശുദേവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്നേഹപൂർവ്വം, സാന്താക്ലോസ്. മോനെ, നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന ആരെങ്കിലും തന്നതായിരിക്കും. ചേട്ടായി വാ, നമുക്ക് നക്ഷത്രം തൂക്കാം. പതിവില്ലാത്തൊരു നിൽപ്പ്. നീ ഇങ്ങോട്ട് വന്നേ. എന്തേ? ആ കുരുന്നുകളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? എൻ്റെ ഈശോയെ, ആ കുഞ്ഞുങ്ങൾക്ക് നല്ലത് മാത്രം വരുത്തണേ. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? നമ്മുടെ മകൻ സണ്ണിയുടെ വീട്ടിൽ പോയിട്ടില്ല, പക്ഷെ അവിടെ ഒരു അപ്പൂപ്പൻ വന്നായിരുന്നു. അപ്പോ ഇച്ചായൻ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പാപം ചെയ്യാത്തവർ ആരാണുള്ളത്? സർവശക്തനായ യേശുദേവന്റെ വാക്കുകൾ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക.